ബാക്ക് ടു റെയിൻബോ ക്ലാസ്സസ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ ബയോളജിയിലെ പാർട്ട് 2 ടെക്സ്റ്റ് ബുക്കിലെ ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള കീമോ റിസപ്ഷൻ ഇൻ ഓർഗാനിസംസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലോട്ടേക്ക് കടക്കാം. ആദ്യം തന്നെ ചാപ്റ്ററിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു ഓക്സിൻ എന്ന് പറയുന്ന പ്ലാന്റ് ഹോർമോൺ ഉണ്ടായിരുന്നു. ഈ പ്ലാന്റ് ഹോർമോൺ എങ്ങനെയാണ് കണ്ടുപിടിച്ചത് എന്നതിനെ പറ്റി പറഞ്ഞിട്ടാണ് ഈ ചാപ്റ്റർ തുടങ്ങുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇങ്ങനെ ഒരു സയൻറ്റിസ്റ്റിൻ്റെ ഫിഗർ കൊടുത്തിട്ടുണ്ട്. ഈ സയൻറ്റിസ്റ്റിൻ്റെ പേരാണ് FW വെന്റ്. FW വെന്റ് എന്നാണ് ഈ സയൻറ്റിസ്റ്റിൻ്റെ പേര്. ഈ സയൻറ്റിസ്റ്റ് നടത്തിയിട്ടുണ്ടായിരുന്ന ഒരു എക്സ്പെരിമെൻറ്റിലൂടെയാണ് ഓക്സിൻ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ഹോർമോണിനെ അദ്ദേഹം കണ്ടുപിടിച്ചിട്ടുള്ളത്. അപ്പോൾ ഓക്സിൻ എന്ന് പറയുന്ന പ്ലാന്റ് ഹോർമോണിനെ ആരാണ് കണ്ടുപിടിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ FW വെന്റ് ആണ് കണ്ടുപിടിച്ചത് എന്ന് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് എഴുതാനായിട്ട് പറ്റും. അപ്പോൾ അദ്ദേഹം എങ്ങനെയാണ് ഈ ഓക്സിൻ എന്ന് പറയുന്ന പ്ലാന്റ് ഹോർമോണിനെ എങ്ങനെയാണ് കണ്ടുപിടിച്ചത് എന്നാണ് നമുക്ക് ഈ ടെക്സ്റ്റ് ബുക്കിൽ ആദ്യം തന്നെ പഠിക്കാനുള്ളത്. അപ്പോൾ FW വെന്റ് എന്ന് പറയുന്നത് ഒരു ബൊട്ടാണിസ്റ്റ് ആണ്. ബൊട്ടാണിസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം, സസ്യങ്ങളെ പറ്റിയിട്ട്, ബോട്ടണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സസ്യങ്ങളെ പറ്റി പഠിക്കുന്ന സബ്ജക്റ്റിനെയാണ് നമ്മൾ ബോട്ടണി എന്ന് വിളിക്കുക. അപ്പോൾ ബൊട്ടാണിസ്റ്റ് എന്നൊന്ന് ഉദ്ദേശിക്കുന്നത് സസ്യങ്ങളെ പറ്റി പഠിക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ ബൊട്ടാണിസ്റ്റ് എന്ന് വിളിക്കുക. അപ്പോൾ FW വെന്റ് എന്ന് പറയുന്നത് ഒരു ബൊട്ടാണിസ്റ്റ് ആണ്. ഹോളണ്ട് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നിന്നുള്ള ഒരു ബൊട്ടാണിസ്റ്റ് ആണ് നമ്മുടെ FW വെന്റ് എന്ന് പറയുന്നത്. അദ്ദേഹം നമ്മുടെ ഓട്ട് പ്ലാന്റ്സിൻ്റെ കോളിയോപ്റ്റൈൽസ് എന്ത് ചെയ്തു, കട്ട് ചെയ്തു. കോളിയോപ്റ്റൈൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഒരു ഓട്ട് പ്ലാന്റ് ആണെങ്കിൽ ഇതിൻ്റെ ടിപ്പിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, കോളിയോപ്റ്റൈൽ എന്ന് വിളിക്കുക. അപ്പോൾ FW വെന്റ് എന്ന് പറയുന്ന ഒരു ബൊട്ടാണിസ്റ്റ് കോളിയോപ്റ്റൈലിൻ്റെ, അതായത് ഓട്ട് പ്ലാന്റിൻ്റെ കോളിയോപ്റ്റൈൽസ് കട്ട് ചെയ്തു. എന്നിട്ട് അദ്ദേഹം ഒരു ജെല്ലി ലൈക്ക് സബ്സ്റ്റൻസ് ആയിട്ടുള്ള അഗർ, അതായത് അഗർ എന്ന് പറയുന്നത് ഒരു ജെല്ലി ലൈക്ക് ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് ആണ്. നമ്മൾ ജെല്ലി കണ്ടിട്ടില്ലേ, ആ ജെല്ലി പോലത്തെയുള്ള ഒരു സബ്സ്റ്റൻസ് ആണ് അഗർ എന്ന് പറയുന്നത്. ആ അഗറിൽ അദ്ദേഹം എന്ത് ചെയ്തു, ഈ ഓട്ട് പ്ലാന്റിൻ്റെ കോളിയോപ്റ്റൈൽസ് എന്ത് ചെയ്തു, ഇങ്ങനെ വെച്ച് ചെയ്തതിന് ശേഷം കുറച്ച് നേരങ്ങൾക്ക് ശേഷം അദ്ദേഹം എന്ത് ചെയ്തു, ഈ കോളിയോപ്റ്റൈലിനെ അഗറിൽ നിന്നും എന്ത് ചെയ്തു, മാറ്റി. അഗർ ഇന്ന് മാറ്റിയതിന് ശേഷം ഈ അഗർ ഉണ്ടല്ലോ, അതായത് ഇപ്പോൾ ഒരു അഗറാണ്, കാണിച്ചു തരാം, ഒരു മിനിറ്റ്. ചെയ്ത എക്സ്പെരിമെൻ്റ് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം അദ്ദേഹം കോളിയോപ്റ്റൈൽസ് എന്ന് പറയുന്ന ഒരു പ്ലാന്റിനെ ഓട്ടിൻ്റെ ഒരു പ്ലാന്റ് എടുത്തു. ഈ ഓട്ടിൻ്റെ കോളിയോപ്റ്റൈൽ എന്ത് ചെയ്തു, അദ്ദേഹം കട്ട് ചെയ്തു. ഇത് കോളിയോപ്റ്റൈൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടിപ്പ് ഓഫ് ദി പ്ലാന്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഓട്ട് പ്ലാന്റിൻ്റെ കോളിയോപ്റ്റൈൽ അദ്ദേഹം കട്ട് ചെയ്തിട്ട് ജെല്ലി ലൈക്ക് സബ്സ്റ്റൻസ് ആയിട്ടുള്ള അഗറിൽ എന്ത് ചെയ്തു, അദ്ദേഹം വെച്ചു. അപ്പോൾ ഇത് അഗറിലോട്ടേക്ക് ജെല്ലി ലൈക്ക് ആയിട്ട്, ഇത് അഗറാണ്, ഈ കാണുന്നത് അഗറാണ്, ഇത് അഗറാണ്. ഈ അഗറിൽ അദ്ദേഹം കോളിയോപ്റ്റൈൽ വെച്ചു. എന്നിട്ട് അദ്ദേഹം ഈ കോളിയോപ്റ്റൈലിനെ അദ്ദേഹം റിമൂവ് ചെയ്തതിന് ശേഷം ഈ അഗർ എന്ത് ചെയ്തു, ഈ അഗറിനെ അദ്ദേഹം ചെറിയ ചെറിയ പീസാക്കി മാറ്റി. ഈ അഗറിനെ ചെറിയ ചെറിയ പീസാക്കി മാറ്റാണ് ചെയ്തത്. അഗറിനെ ചെറിയ ചെറിയ പീസാക്കാണ് ചെയ്തത്. ഓക്കെ, അപ്പോൾ വായിച്ചു നോക്കിയേ. FW വെന്റ് എന്ന് പറയുന്നത് ഒരു ബൊട്ടാണിസ്റ്റ് ആണ്, ഹൊളാൻഡിൽ നിന്ന് വരുന്നത്. അദ്ദേഹം നമ്മുടെ ഓട്ട് പ്ലാന്റിൻ്റെ കോളിയോപ്റ്റൈൽസ് കട്ട് ചെയ്തിട്ട് അഗർ എന്ന് പറയുന്ന ഒരു ജെല്ലി ലൈക്ക് സബ്സ്റ്റൻസിൽ എന്ത് ചെയ്തു, അദ്ദേഹം വെച്ചു. അതിനുശേഷം അദ്ദേഹം കോളിയോപ്റ്റൈൽ റിമൂവ് ചെയ്തതിന് ശേഷം അഗർ എന്ത് ചെയ്തു, ചെറിയ ചെറിയ പീസസ് ആയിട്ട് അദ്ദേഹം കട്ട് ചെയ്തെടുത്തു എന്നാണ് പറഞ്ഞത്. അതിനുശേഷം വെൻ ഹി കെപ്റ്റ് ദി അഗർ ബ്ലോക്ക് ഓൺ ദി എൻഡ് ഓഫ് ദി കോളിയോപ്റ്റൈൽ, he observed that tip of the plant showed growth towards the upper. അതായത് അതിനുശേഷം എന്ത് ചെയ്തു, ഈ മുറിച്ചെടുത്ത അഗറില്ലേ, ആ അഗർ നമ്മുടെ കോളിയോപ്റ്റൈൽ, ഇതിപ്പോൾ ഒരു കോളിയോപ്റ്റൈൽ ആണെന്ന് വിചാരിക്കാം, ഇതിപ്പോൾ ഒരു കോളിയോപ്റ്റൈലാണെന്ന് വിചാരിക്കുക. ഈ കോളിയോപ്റ്റൈലിൻ്റെ ടിപ്പിൽ അഗർ വെച്ചപ്പോൾ ആ ഭാഗത്തേക്ക്, അഗർ വെച്ച ഭാഗത്തേക്ക് മാത്രം എന്ത് ചെയ്തു, പ്ലാന്റ് വളരുന്നതായിട്ട് അദ്ദേഹം കണ്ടു എന്നാണ് പറയുന്നത്. പ്ലാന്റ് വെച്ച ഭാഗത്തേക്ക് മാത്രം അഗർ വരുന്നതായിട്ട് കണ്ടു. വെൻ ഇറ്റ് പ്ലേസ്ഡ് ഓൺ വൺ സൈഡ് ദ പ്ലാന്റ് ബെൻഡ് ആൻഡ് ഗ്രൂ ടുവേർഡ്സ് ദി ഓപ്പോസിറ്റ് സൈഡ്. ഇറ്റ് വാസ് ലേറ്റർ ഡിസ്കവേർഡ് ദാറ്റ് കെമിക്കൽ സബ്സ്റ്റൻസ് ഡിഫ്യൂസ്ഡ് ഇൻ ടു അഗർ ഫ്രം കോളിയോപ്റ്റൈൽ ഹാസ് റെസ്പോൺസിബിൾ ഫോർ ദി ഗ്രോത്ത് ഓഫ് പ്ലാന്റ് ടിപ്പ്. ഇവിടെ നോക്കി, ഇതിവിടെ എക്സ്പെരിമെൻ്റ് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഓട്ട് പ്ലാന്റിൻ്റെ ടിപ്പിൽ നിന്ന് കോളിയോപ്റ്റൈൽസ് മുറിച്ചെടുത്തു. ഈ കോളിയോപ്റ്റൈൽ അതിനുശേഷം എന്ത് ചെയ്തു, നമ്മുടെ
പ്ലാന്റ് അഗറിൽ ഈ പ്ലാന്റിൻ്റെ കോളിയോപ്റ്റയിൽ വെച്ചു. അതിനുശേഷം എന്ത് ചെയ്തു, ഈ കോളിയോപ്റ്റയിൽ, അതായത് കോളിയോപ്റ്റയിലിൽ നിന്ന് കുറേ കെമിക്കൽസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ അഗറിലോട്ടേക്ക് ട്രാൻസ്ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ യെല്ലോ കളറിലുണ്ടായിരുന്ന അഗർ കെമിക്കൽസ് ട്രാൻസ്ഫോം ചെയ്തപ്പോൾ എന്ത് കളറായി, പിങ്ക് കളറായിട്ട് മാറി. അതിനുശേഷം ഈ പിങ്ക് കളറുള്ള ഈ ജെല്ലി ലൈക്ക് ആയിട്ടുള്ള അഗറിനെ ഒരു സൈഡിൽ, പ്ലാന്റിൻ്റെ ഒരു സൈഡിലോട്ട് വെച്ചപ്പോൾ ഓപ്പോസിറ്റ് സൈഡിലോട്ടേക്ക് വളരുന്നതായിട്ട് കണ്ടു. അപ്പോൾ ഇതിൽ നിന്നും നമ്മുടെ FW വെന്റിന് മനസ്സിലായത് എന്തോ ഒരു കെമിക്കലാണ് ഇങ്ങനെ പ്ലാന്റ്സിൻ്റെ വളർച്ചയെ സ്വാധീനിക്കുന്നത്. ശേഷം അദ്ദേഹം ഒരുപാട് എക്സ്പെരിമെൻറ്റിന് ശേഷം ആ കെമിക്കലിൻ്റെ നേച്ചർ കണ്ടുപിടിച്ചു. അതിനുശേഷം അദ്ദേഹം ആ കെമിക്കൽസിന് ഓക്സിൻ എന്ന് പറയുന്ന പേരിട്ട് കൊടുത്തു എന്നാണ് പറയുന്നത്. അതിനുശേഷം ഒരുപാട് സയൻറ്റിസ്റ്റുകൾ എന്ത് ചെയ്തു, ഓക്സിൻ അല്ലാതെയുള്ള ഒരുപാട് കെമിക്കൽസ് എന്ത് ചെയ്തിട്ടുണ്ട്, കണ്ട് പിടിച്ചിട്ടുണ്ട്. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്ലാന്റ് ഹോർമോൺസ് എന്നാണ് നമ്മൾ ഈ ഹോർമോൺസിനൊക്കെ വിളിക്കുന്നത് കേട്ടോ. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്ലാന്റ് ഹോർമോൺസ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഇൻട്രൊഡക്ഷൻ ആയിട്ട് തന്നിരിക്കുന്നതാണ്. ചോദിക്കാൻ സാധ്യതയുള്ളത് FW വെന്റ് ഏത് പ്ലാന്റ് ഹോർമോണാണ് ഡിസ്കവർ ചെയ്തിട്ടുള്ളതെന്ന് ചോദിക്കും. അപ്പോൾ FW വെന്റ് കണ്ടുപിടിച്ചിട്ടുള്ള ഹോർമോൺ എന്ന് പറയുന്നത് ഓക്സിൻ ആണ് എന്ന് എഴുതി വയ്ക്കണം. ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ അത് കഴിഞ്ഞിട്ട് വരുന്ന ഒരു ചെറിയ പാരഗ്രാഫിൽ ഹോർമോണിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഹോർമോൺസിൻ്റെ ക്യാരക്ടേഴ്സ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വയ്ക്കാം. ഇനി ഒരുപാട് ഹോർമോൺസിനെ പറ്റിയിട്ടും ഹോർമോൺസിൻ്റെ ഫങ്ഷൻ, നമ്മുടെ ഹ്യൂമൻസിൻ്റെ ബോഡിയിലുള്ള ഹോർമോൺസും കാര്യങ്ങളൊക്കെ പറ്റിയിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ എന്ന പോലെ എന്താണ് ഹോർമോൺസിൻ്റെ ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് മാത്രം ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മതി. ഹോർമോൺസിൻ്റെ ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കിക്കഴിഞ്ഞാൽ ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്ലാൻഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എൻഡോക്രൈൻ ഗ്ലാൻഡ്. ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്ലാൻഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എൻഡോക്രൈൻ ഗ്ലാൻഡ്സ്. ഇവർ വളരെ സ്മോൾ എമൗണ്ടിൽ മാത്രമാണ് ആക്ട് ചെയ്യത്തുള്ളൂ. വളരെ സ്മോൾ എമൗണ്ടിൽ മാത്രമാണ് ആക്ട് ചെയ്യത്തുള്ളൂ. എൻഡോക്രൈൻ ഗ്ലാൻഡിലുള്ള പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ് ബ്ലഡിലോട്ടേക്കാണ് റിലീസ് ചെയ്യുക. ഈ ബ്ലഡിൽ നിന്നാണ് ടാർഗറ്റ് ഓർഗണിലോട്ടേക്ക് എന്ത് ചെയ്യുന്നത്, ക്യാരി ചെയ്യുന്നത്. പിന്നെ ഈ ഹോർമോൺസ് എന്തിന് ഹെൽപ്പ് ചെയ്യും, നമ്മുടെ ബോഡിയുടെ ബാലൻസ്, അതായത് ഹോമിയോസ്റ്റാറ്റിസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ഹോർമോൺസ് ആണ്. നമുക്കറിയാം ഹോർമോൺസിൽ എന്തെങ്കിലുമൊക്കെ വേരിയേഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ടാവും, ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ നമ്മുടെ ബോഡിയുടെ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ നമ്മുടെ ഹോർമോൺസ് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. പിന്നെന്താണ്, ഓരോ ഹോർമോണും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഓർഗൻസിൽ പോയി മാത്രമാണ് ആക്ട് ചെയ്യത്തുള്ളൂ. എല്ലാ ഓർഗൻസിലും പോയി എന്ത് ചെയ്യത്തില്ല, ഒരു ഹോർമോൺ ആക്ട് ചെയ്യത്തില്ല. ഈ ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്, ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മതി. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ്. ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത് ഹോർമോൺ ആൻഡ് ലൈഫ് പ്രോസസ്സിനെ പറ്റിയിട്ടാണ്. ഹോർമോണും അവരുടെ ലൈഫ് പ്രോസസ്സിനെ പറ്റിയിട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഒരു ഹോർമോൺ, നമ്മുടെ ശരീരത്തിലുള്ള ഹോർമോൺ എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്, അതെങ്ങനെയാണ് നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്നത് എന്നതിനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നമ്മുടെ പ്ലാന്റ്സിൻ്റെയും അനിമൽസിൻ്റെ ഒക്കെ ബോഡിയിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് എന്തുണ്ട്, ഹോർമോൺസ് ഉണ്ട്. അപ്പോൾ ഈ ഓരോ ഹോർമോൺസും അതിനിഷ്ടമുള്ള ഓർഗനിൽ പോയിട്ട്, അല്ലെങ്കിൽ ഇഷ്ടമുള്ള ആളുടെ അടുത്ത് പോയിട്ട് മാത്രമാണ് എന്ത് ചെയ്യത്തുള്ളൂ, പ്രവർത്തിക്കത്തുള്ളൂ. അതായത് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും ഡിഫറെൻറ്റ് ടൈപ്പായിട്ടുള്ള മനുഷ്യന്മാരാണ്. അപ്പോൾ നമ്മളെല്ലാവരും എല്ലാവരുടെ അടുത്തും പോയിട്ട് എന്ത് ചെയ്യത്തില്ല, ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കില്ല. നമുക്ക് ഇഷ്ടമുള്ള നമ്മുടെ ബോണ്ടിനോട് മാച്ചായിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് പോയിട്ട് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ, ഫ്രണ്ട്ഷിപ്പ് കൂടുള്ളൂ. അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിലും പ്ലാന്റ്സിൻ്റെ ശരീരത്തിലും ഒരുപാട് ഹോർമോൺസ് ഉണ്ട്. ഈ എല്ലാ ഹോർമോൺസിനും ഓരോരോ സ്വഭാവങ്ങളാണ്, അതായത് അവർ ഓരോരോ പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്. അപ്പോൾ അവർക്ക് നമ്മുടെ ശരീരത്തിലുള്ള എല്ലായിടത്തും പോയിട്ട് ആക്ട് ചെയ്യാൻ പറ്റത്തില്ല. അവരൊരു സ്പെസിഫിക് ആയിട്ടുള്ള സ്ഥലത്ത് മാത്രമാണ് ഓരോ ഹോർമോൺസും വന്ന് എന്ത് ചെയ്യത്തുള്ളൂ, ആക്ട് ചെയ്യത്തുള്ളൂ. അങ്ങനെ ഹോർമോൺ ആക്ട് ചെയ്യുന്ന സെല്ലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ടാർഗറ്റ് സെൽസ്. എന്താണ്, ഹോർമോൺ വന്ന് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുന്ന സെല്ലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ടാർഗറ്റ് സെൽ എന്ന് വിളിക്കും. ഫ്രണ്ട്ഷിപ്പ് ഇല്ലാത്ത, അതായത് ഹെയ്റ്റ് ആയിട്ടുള്ള ആളെ നമ്മൾ വിളിക്കുന്ന പേരെന്താ, നോൺ ടാർഗറ്റ് സെൽ എന്നും വിളിക്കും. അപ്പോൾ അത് ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം.
ഇവിടെ നോക്കിയേ, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഹോർമോൺസ് ആർ പ്രസൻറ്റ് ഇൻ പ്ലാന്റ്സ് ആൻഡ് അനിമൽസ്. പ്ലാന്റ്സിലും അനിമൽസിലും ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഹോർമോൺസ് ഉണ്ട്. ഓൾ ഹോർമോൺസ് ഡു നോട്ട് ഫങ്ഷൻ ഇൻ ഓൾ സെൽസ്. അതായത് എല്ലാ ഹോർമോൺസും എല്ലാ സെല്ലിലും എന്ത് ചെയ്യത്തില്ല, ഫങ്ഷനിങ് ചെയ്യില്ല. എ സെൽ ഇൻ വിച്ച് ഹോർമോൺ ആക്ട് ഈസ് കോൾഡ് ടാർഗറ്റ് സെൽസ്. അപ്പോൾ ഒരു ഹോർമോൺ ഏത് സെല്ലിലാണോ ആക്ട് ചെയ്യുന്നത്, ഏത് സെല്ലായിട്ടാണോ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുന്നത്, അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. അങ്ങനെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുന്ന സെല്ലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ടാർഗറ്റ് സെൽ. ഇനി നോക്കിയേ, ഇതിപ്പോൾ ഒരു ടാർഗറ്റ് സെല്ലാണ്. ഇത് ഈ കാണുന്നത് ഒരു ടാർഗറ്റ് സെല്ലാണ്. ഈ ടാർഗറ്റ് സെല്ല് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ, ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ബൾജ് ചെയ്ത് നിൽക്കുന്ന ചില 3 പോർഷൻസ് കാണാം. ഈ പോർഷൻസ് നമ്മൾ പറയുന്നത് റിസപ്റ്റേഴ്സ് എന്നാണ് വിളിക്കുന്നത്. റിസപ്റ്റേഴ്സ് എന്നാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, ഈ ബൾജ് ചെയ്തിട്ടിരിക്കുന്ന ടാർഗറ്റ് സെല്ലിൽ നിന്ന് പുറത്തോട്ടേക്ക് ബൾജ് ചെയ്തിരിക്കുന്ന പോർഷൻസിനെ വിളിക്കുക. ഈ റിസപ്റ്റേഴ്സിൽ വന്നിട്ടാണ് ഹോർമോൺസ് വന്ന് ബൈൻഡ് ചെയ്യുന്നത് കേട്ടോ. ടാർഗറ്റ് സെല്ലിലുള്ള റിസപ്റ്റേഴ്സിൽ വന്നിട്ടാണ് എന്ത് ബൈൻഡ് ചെയ്യുന്നത്, ഹോർമോൺസ് വന്ന് ബൈൻഡ് ചെയ്യുന്നത്. നോക്കി, എ ടാർഗറ്റ് സെൽ ഓഫ് ഈച്ച് ഹോർമോൺ ഹാസ് റിസപ്റ്റേഴ്സ് സ്യൂട്ടബിൾ ഫോർ ദാറ്റ് ഹോർമോൺ. അതായത് ആ ഹോർമോണിന് ബൈൻഡ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള റിസപ്റ്റേഴ്സ് ഒരു ടാർഗറ്റ് സെല്ലിൽ എന്ത് ചെയ്യും, കാണും. ഇനി റിസപ്റ്റേഴ്സ്, ഇപ്പോൾ ഈ റിസപ്റ്റേഴ്സ് ഇതിൻ്റെ പുറത്തല്ലേ കാണുന്നത്, ടാർഗറ്റ് സെല്ലിൻ്റെ പുറത്തല്ലേ കാണുന്നത്. ഇനി റിസപ്റ്റേഴ്സ് വേണമെങ്കിൽ ടാർഗറ്റ് സെല്ലിൻ്റെ ഉള്ളിലും കാണാം. അപ്പോൾ പുറത്ത് കാണുന്ന റിസപ്റ്റേഴ്സും ഉണ്ട്, ഉള്ളിലും റിസപ്റ്റേഴ്സ് കാണാനുണ്ട്. അപ്പോൾ നോക്കി, റിസപ്റ്റേഴ്സ് ആർ സീൻ ഇൻ സെൽ മെംബ്രെയിൻ. സെൽ മെംബ്രെയിനിലും കാണാം, ആൻഡ് വിത്തിൻ ദി സെല്ലിൻ്റെ ഉള്ളിലും കാണാം. ഓക്കെ ആണല്ലോ. ഇനി ഇപ്പോൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ടാർഗറ്റ് സെല്ലാണ്. ഈ ടാർഗറ്റ് സെല്ലിൻ്റെ റിസപ്റ്റേഴ്സിൽ വന്ന് എന്ത് ബൈൻഡ് ചെയ്തു, ഹോർമോൺ ബൈൻഡ് ചെയ്തു. അപ്പോൾ എന്ത് ചെയ്തു, ടാർഗറ്റ് സെല്ലിലെ റിസപ്റ്റേഴ്സിൽ വന്ന് ഹോർമോൺ ബൈൻഡ് ചെയ്തു എന്ന് വെച്ചാൽ അവർ രണ്ടുപേരും തിക്ക് ഫ്രണ്ടായി. അപ്പോൾ തിക്ക് ഫ്രണ്ട്സ് ആയിട്ട് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു കോംപ്ലക്സ് ഉണ്ട്. ആ കോംപ്ലക്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ്. ആ റിസപ്റ്റേഴ്സ് കോംപ്ലക്സ്, ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് എന്നാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, ആ കോംപ്ലക്സിനെ വിളിക്കുന്നത്. അതായത് നമ്മുടെ ടാർഗറ്റ് സെല്ലിലെ റിസപ്റ്റേഴ്സ് ആയിട്ട് ഹോർമോൺ വന്ന് ബൈൻഡ് ചെയ്താൽ, ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന കോംപ്ലക്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ്. ഈ ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് ആണ് നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും എന്ത് ചെയ്യുന്നത്, നിയന്ത്രിക്കുന്നത്, കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അനിമൽസിൽ ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്ലാൻഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എൻഡോക്രൈൻ ഗ്ലാൻഡ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ എവിടെ പഠിക്കാൻ പോയാലും, ബയോളജി റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് പഠിക്കാൻ പോയാലും ഇതറിയില്ല എന്ന് പറഞ്ഞാൽ നാണക്കേടാണ്. അപ്പോൾ ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്ലാൻഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എൻഡോക്രൈൻ ഗ്ലാൻഡ്. ഇതിലെന്ത് ചെയ്യും, എൻഡോക്രൈൻ ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന, എൻഡോക്രൈൻ ഗ്ലാൻഡ് എന്താ പ്രൊഡ്യൂസ് ചെയ്യുക, ഹോർമോൺസ്. ഈ ഹോർമോൺസ് റിലീസ് ചെയ്യുന്നത് എവിടേക്കാണ്, ബ്ലഡിലോട്ടേക്കാണ് ആദ്യം റിലീസ് ചെയ്യുക. ഈ ബ്ലഡ് വഴിയാണ് നമ്മുടെ ടാർഗറ്റ് ഓർഗൻസിലോട്ടേക്ക് എന്ത് ചെയ്യുന്നത്, ഹോർമോൺസ് എത്തുന്നത്. ഓക്കെ ആണല്ലോ. അതാണ് ഇവിടെ പറയുന്നത്, ഇൻ അനിമൽസ് ഹോർമോൺ ദാറ്റ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ എൻഡോക്രൈൻ ഗ്ലാൻഡ് റീച്ച് ദി ടാർഗറ്റ് സെൽ ത്രൂ ബ്ലഡ്. അപ്പോൾ ഈ എൻഡോക്രൈൻ ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺസ് ടാർഗറ്റ് സെല്ലിലോട്ടേക്ക് എത്തുന്നത് ആരു വഴിയാണ്, ബ്ലഡ് വഴിയാണ്. ഇതിപ്പോൾ അനിമൽസിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഇനി പ്ലാന്റ്സിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ പ്ലാന്റ്സിൽ ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണ്, ടിപ്പ് ഓഫ് ഷൂട്ടോ റൂട്ട്, നമ്മുടെ ഷൂട്ടിൻ്റെയോ റൂട്ടിൻ്റെയോ ടിപ്പാണ്. അതേപോലെ തന്നെ സീഡും അതേപോലെ തന്നെ സ്പോർട്സിങ് ലീവ്സ്, അതായത് പുതുതായിട്ടുണ്ടാകുന്ന ലീവ്സിലൊക്കെയാണ് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇത് നമ്മുടെ വേറെ ടാർഗറ്റ് ആയിട്ടുള്ള ഓർഗൻസിലോട്ടേക്കൊക്കെ എത്തുന്നത് എങ്ങനെ വഴിയാണ്, സൈലത്തിക്കോടെയും ഫ്ലോയത്തിക്കോടെയും ഒക്കെയാണ് എന്ത് ചെയ്യുന്നത്, ടാർഗറ്റ് ആയിട്ടുള്ള ഓർഗൻസിലോട്ടേക്ക് എന്ത് ചെയ്യുന്നത്, ഇവ എത്തുന്നത്. അപ്പോൾ ഈ പാരഗ്രാഫ് വളരെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഈ ഫിഗറൊക്കെ നല്ലപോലെ നോക്കിയിട്ട് എക്സാമിന് പോവാം കേട്ടോ.
പഠിക്കാനുള്ളത് എന്താണ് നമുക്ക് പഠിക്കാനുള്ളത്? നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് നമ്മൾ പഠിച്ചില്ലേ ഓക്സിൻ്റെ, അതായത് ഓക്സിനിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ജെല്ലി ലൈക്ക് ആയിട്ടുള്ള അഗർ പോലത്തെയുള്ള സബ്സ്റ്റൻസ് കോളിയോപ്റ്റലിൻ്റെ ടിപ്പിൽ വെച്ചപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് വളർന്നത് നമ്മൾ കണ്ടില്ലേ. അപ്പോൾ അതിൻ്റെ മെക്കാനിസം എന്താണ് എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു പോർഷനിൽ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഓക്സിന് ഒരു പ്രത്യേകതയുണ്ട്. ആ ഓക്സിൻ്റെ പ്രത്യേകത എന്താണെന്നാണ് ഈ ഒരു ചെറിയൊരു പാരഗ്രാഫിൽ എഴുതിയിട്ടുള്ളത്. ഓക്സിൻ്റെ പ്രത്യേകത എന്താണെന്നാണ്. ഓക്സിൻ ഹാവ് എ ടെൻഡൻസി ടു സ്റ്റേ എവേ ഫ്രം ലൈറ്റ്. അതായത് ഓക്സിൻ എന്ത് ഇഷ്ടമല്ല, ലൈറ്റ് ഇഷ്ടമല്ല. അപ്പോൾ ഓക്സിൻ എപ്പോഴും ലൈറ്റിന് എതിരെയായിട്ട് നിൽക്കാനാണ് ഇഷ്ടം. ഓക്സിന് ലൈറ്റ് ഒട്ടും ഇഷ്ടമല്ല. അപ്പോൾ ലൈറ്റ് വീശിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ലൈറ്റ് വന്നു കഴിഞ്ഞാൽ ഓക്സിൻ അവിടെ നിന്ന് മാറിപ്പോവും. ലെറ്റ് us understand how much it influence plant growth. ഇവിടെ നോക്കിയേ, നമുക്ക് മൂന്ന് ഡയഗ്രാംസ് തന്നിട്ടുണ്ട്. ഇവിടെ നോക്കിയേ, നമ്മുടെ സൂര്യൻ നേരെ മുകളിലാണ് അല്ലേ. സൂര്യൻ നേരെ മുകളിലാകുമ്പോൾ ഈ പ്ലാന്റിൻ്റെ ഉള്ളിലുള്ള ഓക്സിൻ മോളിക്യൂൾസ് എല്ലാവരും എന്താണ്, ഒരേപോലെ ആയിരിക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടാവുക. ഈക്വൽ ആയിട്ടാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടാവുക. നോക്കിയേ, വെൻ സൺലൈറ്റ് ഫോൾ വെർട്ടിക്കലി ഓൺ ദി സ്റ്റെം ദ പ്ലാന്റ് ഓക്സിൻ ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് യൂണിഫോംലി ടു ഓൾ സൈഡ് ഓഫ് ദി സ്റ്റെം. അതായത് നമ്മുടെ സൂര്യൻ നേരെ മുകളിലായിരിക്കുമ്പോൾ സൂര്യപ്രകാശം എല്ലാ സൈഡിലും ഒരുപോലെ ആയിരിക്കും പ്ലാന്റിന്മേൽ കിട്ടുന്നുണ്ടാവുക. അപ്പോൾ പ്ലാന്റിലുള്ള ഓക്സിൻ ഒരുപോലെ ആയിരിക്കും എന്ത് ചെയ്തിട്ടുണ്ടാവുക, ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടാവുക. പക്ഷേ ഈ സൂര്യൻ വന്ന് ഒരു സൈഡിൽ മാത്രമായിട്ട് നിൽക്കുകയാണെന്ന് വിചാരിക്കുക. ഒരു സൈഡിൽ മാത്രമായിട്ട് നിൽക്കുമ്പോൾ നമ്മുടെ ഓക്സിജൻ എന്ത് ഇഷ്ടമല്ല, സൂര്യനെ ഇഷ്ടമല്ല. അപ്പോൾ എന്ത് ചെയ്യും, ആ സൂര്യനുള്ള സ്ഥലത്ത് നിന്ന് ഇവരെന്ത് ചെയ്യും, ഓക്സിജൻ മോളിക്യൂൾസ് വേണ്ട ഒരു സൈഡിലോട്ടേക്ക് മാത്രം എന്ത് ചെയ്യും, മാറി നിൽക്കും. നോക്കിയേ, വെൻ എ ലൈറ്റ് ഫോൾ ഓൺ ദി സ്റ്റെം ഫ്രം ഓൺലി വൺ ഡയറക്ഷൻ ഓക്സിജൻ മൂവ് ടു ഓപ്പോസിറ്റ് സൈഡ് ഓഫ് ദി സ്റ്റെമ്മിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലോട്ടേക്ക് പോകും. Their oxin combined with the hormone receptors in the cell to form hormone receptor complex and result changes occur in cellular activity. അപ്പോൾ ഇവിടെയുള്ള റിസപ്റ്റേഴ്സ് ആയിട്ട് നമ്മുടെ ഓക്സിൻ വന്ന് ബൈൻഡ് ചെയ്തിട്ട് ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് ഉണ്ടാവും. എന്നിട്ട് എന്ത് ചെയ്യും, ആക്ടിവിറ്റീസ് നടക്കും. അപ്പോൾ ഇവിടെ നോക്കി, ഇവിടെ മാത്രമാണ് നമ്മുടെ ഓക്സിൻ ഉള്ളത് അല്ലേ. ഈ ഒരു ഭാഗത്ത് മാത്രമാണ് ഓക്സിൻ ഉള്ളത്. അപ്പോൾ ആ ഭാഗം മാത്രം ഇങ്ങനെ വലുതാവും. അപ്പോൾ വലുതാകുമ്പോൾ ആ ഭാഗം നമ്മൾ ഒരു സൈഡ് മാത്രം ഇങ്ങനെ വലുതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമുക്ക് കൂന് വരും അല്ലേ. അതേപോലെ തന്നെ നമ്മുടെ ഓക്സിജൻ ഒരു സ്ഥലം മാത്രം ഇങ്ങനെ വളയുമ്പോൾ അത് മാത്രം ഇങ്ങനെ കൂന് വന്നിട്ടിരിക്കും. കണ്ടോ, ദ സെൽസ് ഓൺ ദി ഷെയ്ഡഡ് സൈഡ്സ് ഇലോങ്ങേറ്റഡ് ആൻഡ് പാർട്ട് ഓഫ് വേർ സെൽ ഇലോങ്ങേഷൻ ഒക്കെ ബെൻഡ് ടുവേർഡ്സ് ദി ഓപ്പോസിറ്റ് സൈഡ്. അത് ഓപ്പോസിറ്റ് സൈഡിലോട്ടേക്ക് എന്ത് ചെയ്യും, ബെൻഡ് ചെയ്യുന്നതായിട്ട് കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഓക്സിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ പ്ലാന്റ്സിൽ കാണുന്ന ഹോർമോൺസിൻ്റെ ഫങ്ഷൻസ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷനാണ്. ഇതെന്തായാലും എക്സാമിന് ഈ ഒരു ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ഇത് വളരെ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവണം, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം. അപ്പോൾ ആദ്യം നമുക്ക് അബ്സസിക് ആസിഡിനെ പറ്റിയിട്ടാണ് പഠിക്കാനുള്ളത്. അബ്സസിക് ആസിഡ് എന്താ, മെയിൻറ്റെയിൻ ഡ്രോമൻസി ഓഫ് സീഡ് അണ്ടിൽ ഫേവറബിൾ കണ്ടീഷൻ അറൈസ്. ഡ്രോമൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ വിത്ത് മുളയ്ക്കാത്ത അവസ്ഥേനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, ഡ്രോമൻസി എന്ന് വിളിക്കുക. അപ്പോൾ നമുക്കറിയാം വിത്ത് മുളയ്ക്കണം എന്നുണ്ടെങ്കിൽ ഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻസ് വേണം. എന്തൊക്കെയാണ് ഫേവറബിൾ കണ്ടീഷൻസ്? നല്ല ലൈറ്റ് വേണം, നല്ല വെള്ളം വേണം, അങ്ങനെ ഒരുപാട് ഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻസ് ഉണ്ടായാലാണ് നമ്മുടെ വിത്ത് മുളയ്ക്കുള്ളൂ. അപ്പോൾ ആ വിത്ത് മുളയ്ക്കാനുള്ള ഫേവറബിൾ കണ്ടീഷൻസ് കിട്ടുന്നത് വരെ ഡ്രോമൻസി പീരീഡിൽ ആ സീഡിനെ നിർത്തുന്ന, അതായത് വിത്ത് മുളയ്ക്കാതെ മണ്ണിൻ്റെ അടിയിൽ സുഖമായിട്ട് ജീവിക്കാനുള്ള, അതായത് റെസ്റ്റിംഗ് പീരീഡിൽ സഹായിക്കുന്ന ഹോർമോണാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്, അബ്സസിക് ആസിഡ് എന്ന് പറയുന്നത്. അതാണ് ഫസ്റ്റത്തെ പോയിന്റ്. അബ്സസിക് ആസിഡ് മെയിൻറ്റെയിൻ ദ ഡ്രോമൻസി ഓഫ് സീഡ് അണ്ടിൽ ഫേവറബിൾ കണ്ടീഷൻ അറൈസ്. ഓക്കെ ആണല്ലോ. ഇനി ജിബർലിൻ എന്താണെന്നാണ് പഠിക്കാനുള്ളത്. ജിബർലിൻ നമ്മുടെ അബ്സസിക് ആസിഡിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. അബ്സസിക് ആസിഡ് എന്തിനാ ഹെൽപ്പ് ചെയ്ത്, റെസ്റ്റ് ചെയ്യാൻ, അതായത് വെറുതെ ഇരിക്കാൻ, വിത്തൊന്നും
മുളയ്ക്കാതെ വെറുതെ മണ്ണിൻ്റെ അടിയിൽ സുഖമായിട്ട് ഇരിക്കാനാണ് നമ്മുടെ അബ്സസിക് ആസിഡ് സഹായിച്ചതെന്നുണ്ടെങ്കിൽ ജിബർലിൻ വേറെ ആളാണ് വരുന്നത്. നീ ഇപ്പം അത്രയും സുഖമായിട്ടൊന്നും ഇരിക്കേണ്ട മണ്ണിൻ്റെ അടിയിൽ, വേഗം പൊട്ടി മുളച്ച് വന്നോ, വലിയ മരമായിക്കോ എന്ന് പറയുന്ന ആളാണ് നമ്മുടെ ജിബർലിൻ. അപ്പം നമ്മുടെ ഡ്രോമെൻസി, സീഡിൻ്റെ ഡ്രോമെൻസിനെ ബ്രേക്ക് ചെയ്യുന്ന ആളാണ് ആരെന്ന് പറയുന്നത്? ജിബർലിൻ എന്ന് പറയുന്നത്. ഓക്കെ, ജിബർലിൻ ബ്രേക്ക് സീഡ് ഡ്രോമെൻസി. ഓക്കെ ആണല്ലോ. ഇനി സൈറ്റോകൈനിൻ എന്താണ്? സൈറ്റോകൈനിൻ എന്ന് പേര് പറയുമ്പോൾ തന്നെ സൈറ്റോ എന്ന് പറയുന്നത് സെൽ എന്നാണ് സൈറ്റോയുടെ അർത്ഥം. അപ്പോൾ സൈറ്റോകൈനിൻ എന്ന് പറയുമ്പോൾ നമ്മുടെ സെൽ ഡിവിഷൻ, സെല്ല് ഡിവൈഡ് ചെയ്യാനായിട്ടും അതേപോലെ തന്നെ സെൽ ഡിഫറൻഷിയേഷനും സീഡ് മുളയ്ക്കാനായിട്ടും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നത് നമ്മുടെ സൈറ്റോകൈനിനാണ്. അപ്പോൾ സൈറ്റോകൈനിൻ എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? സെല്ല് ഡിവൈഡ് ചെയ്യാനായിട്ട്, അതേപോലെ തന്നെ സെല്ല് ഡിഫറൻസിയേഷൻ നടക്കാനായിട്ട്, പിന്നെ പുതിയ സീഡ് ജെർമിനേറ്റ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് നമ്മുടെ സൈറ്റോകൈനിനാണ്. ഓക്കെ ആണല്ലോ. ഇത് 3 പോയിന്റും ഓക്കെ ആണെന്ന് തോന്നുന്നു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഓക്സിനാണ്. ഓക്സിൻ എന്ന് പറയുമ്പോൾ നമ്മുടെ സ്റ്റെമ്മിൻ്റെ ലെങ്ത്ത് കൂട്ടാനായിട്ട്, അതേപോലെ തന്നെ ലാട്രൽ ബഡിൻ്റെ ഗ്രോത്ത് കൂട്ടാൻ, അതിൻ്റെ വളർച്ചയെ, ലാട്രൽ ബഡിൻ്റെ വളർച്ചയെ തടസ്സപ്പെടുത്താനായിട്ട്, ഇൻഹിബിറ്റ് ചെയ്യാനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ഓക്സിൻ ഉണ്ട്. ഓക്സിൻ എന്തിനു വേണ്ടിയിട്ട്? സ്റ്റെമ്മിൻ്റെ ലെങ്ത്ത് കൂട്ടാൻ എന്ത് ചെയ്യുന്നുണ്ട്? ഓക്സിൻ ഉണ്ട്. പിന്നെ ട്രോപ്പിക് മൂവ്മെൻറ്റ്സിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? ഓക്സിനാണ്. അടുത്തതാണ് ജിബർലിനും സൈറ്റോകൈനിനും. അത് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ജിബർലിനും സൈറ്റോകൈനിനും, നമ്മൾ സൈറ്റോകൈനിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെൽ ഡിവിഷനെ ഹെൽപ്പ് ചെയ്യുന്നത് സൈറ്റോകൈനിനാണെന്ന്. അപ്പോൾ സ്റ്റെമ്മിലും റൂട്ടിലും സെൽ ഡിവിഷനെ പ്രൊമോട്ട് ചെയ്യുന്ന ആളാണ് നമ്മുടെ ജിബർലിനും സൈറ്റോകൈനിനും എന്ന് പറയുന്നത്. ഇനി സൈറ്റോകൈനിൻ എന്ന് പറയുന്നത് എന്താ? ലാട്രൽ ബഡിൻ്റെ ഗ്രോത്തിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ആളാണ് സൈറ്റോകൈനിൻ. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ലാട്രൽ ബഡിൻ്റെ ഗ്രോത്തിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നത് ആരാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ദേ ഓക്സിൻ, ദേ ഇവിടെ അടിവരി ഇട്ടിട്ടുണ്ട്. ദേ ഇൻഹിബിറ്റ് ലാട്രൽ ബഡ് ഗ്രോത്ത്. ലാട്രൽ ബഡിൻ്റെ ഗ്രോത്തിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ആളാണ് ഓക്സിൻ എന്നുണ്ടെങ്കിൽ സൈറ്റോകൈനിൻ ലാട്രൽ ബഡിൻ്റെ ഗ്രോത്തിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ആളാണ്. പിന്നെ സെനസെൻസിനെ ഡിലേ ചെയ്യും. സെനസെൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വയസ്സായിട്ട് ഇത് കൊഴിഞ്ഞു പോകുന്നത്, അതായത് ഇലകൾ കൊഴിഞ്ഞു പോകുന്നതിനാണ് നമ്മൾ സെനസെൻസ് എന്ന് വിളിക്കുക. അതിനെ ഡിലേ ചെയ്യുന്നത് ആരാണ്? നമ്മുടെ സൈറ്റോകൈനിനാണ്. അതേപോലെ തന്നെ പ്ലാന്റിൻ്റെ ലീവ്സിലൊക്കെ ഗ്രീൻ കളറ് മെയിൻറ്റെയിൻ ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? സൈറ്റോകൈനിനാണ്. ഓക്കെ, അപ്പോൾ അത് ഈ 2 ബോക്സും ക്ലിയർ ആയെന്ന് തോന്നുന്നു. ഇനി നമുക്ക് അടുത്ത പോർഷനിലോട്ടേക്ക് പോകാം. ഓക്സിനാണ് അടുത്തത്. ഓക്സിൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ചെടികളിൽ ഫ്ലവേഴ്സും പൂവും അതേപോലെ തന്നെ ഫ്രൂട്ടൊക്കെ ഫോം ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? ഓക്സിനാണ്. അതേപോലെ തന്നെ ഫ്രൂട്ടിൻ്റെയും സീഡിൻ്റെ ഒക്കെ വളർച്ച കൂട്ടാനായിട്ട് ജിബർലിൻ സഹായിക്കുന്നുണ്ട്. കണ്ടോ, ജിബർലിൻ ഇൻഫ്ലുവൻസ് ദി ഗ്രോത്ത് ഓഫ് ഫ്രൂട്ട് ആൻഡ് സീഡ്. ഫ്രൂട്ടിൻ്റെയും സീഡിൻ്റെ ഒക്കെ ഗ്രോത്തിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്സിൻ എന്തിനാണ് സഹായിക്കുന്നത്? ഫ്ലവറും ഫ്രൂട്ടൊക്കെ ഫോം ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ജിബർലിൻ ആ ഫ്രൂട്ടും സീഡൊക്കെ വലുതാവാനായിട്ട്, അതായത് ഇപ്പോൾ ഓറഞ്ച്, ചെറിയ ഓറഞ്ച് ഉണ്ടാവും, വലിയ ഓറഞ്ച് ഉണ്ടാവും. അപ്പോൾ വലിയ ഓറഞ്ചൊക്കെ ഫോം ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ജിബർലിനാണ്. അതേപോലെ തന്നെ സൈറ്റോകൈനിൻ നമുക്ക് എല്ലാവർക്കും അറിയാം, പ്ലാന്റിന് നമ്മളായാലും മനുഷ്യന്മാരായാലും വളർന്നുകൊണ്ടിരിക്കുന്ന ചെറിയ പ്രായത്തിലായിരിക്കും നമുക്ക് എന്ത് വേണ്ടത്? ഫുഡ് വേണ്ടത്. അതേപോലെ തന്നെ പ്ലാന്റിൻ്റെ ഗ്രോവിങ് റീജിയൻ, അതായത് വളർന്നുകൊണ്ടിരിക്കുന്ന പാർട്ടിലോട്ടേക്ക് ഫുഡ് കൊടുക്കുന്ന ആളാണ് നമ്മുടെ സൈറ്റോകൈനിൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് അടുത്ത് പഠിക്കാനാണ് എത്തിലീനും അബ്സസിക് ആസിഡും ആണ് പഠിക്കാനുള്ളത്. എത്തിലീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്ലോറോഫിൽ കൊഴിഞ്ഞു പോകാനായിട്ട്, അതായത് ക്ലോറോഫിലാണ് നമുക്ക് ചെടികൾക്ക് പച്ച നിറവും കാര്യങ്ങളൊക്കെ തരുന്നത്. അപ്പോൾ ആ ക്ലോറോഫിൽ കൊഴിഞ്ഞു പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് എത്തിലീനാണ്. അതേപോലെ തന്നെ പ്രോട്ടീൻ, ന്യൂക്ലിക് ആസിഡ് അതിൻ്റെ ഒക്കെ ഡീഗ്രഡേഷനും, അതായത് സാധാരണയായിട്ട് എന്താ പറയുക, നമ്മുടെ ചെടി വയസ്സാവാനായിട്ട് ഹെൽപ്പ് ചെയ്യുക. അത് നല്ല പ്രവൃത്തിയല്ല, വയസ്സായി കൊഴിഞ്ഞു പോകാനായിട്ട് അതിൽ കാരണമാവുന്നത് നമ്മുടെ എത്തിലീനാണെന്ന് പറയുന്നത്. പിന്നെ അടുത്തത് അബ്സസിക് ആസിഡ്. അബ്സസിക് ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചെടികൾക്ക് എന്തെങ്കിലും അൺഫേവറബിൾ ആയിട്ടുള്ള, അതായത് മോശമായിട്ടുള്ള സാഹചര്യങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്, എൻവയോൺമെൻ്റലായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ഓവർകം ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് അബ്സസിക് ആസിഡാണ്. പിന്നെ മെച്ചുറായിട്ടുള്ള ലീവ്സിൻ്റെയും ഫ്രൂട്ടൊക്കെ, അതായത് വയസ്സായിട്ടുള്ള ഫ്രൂട്ടും ലീവ്സൊക്കെ കൊഴിഞ്ഞു പോകാനും ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? നമ്മുടെ അബ്സസിക് ആസിഡ് ആണെന്ന് പറയാം. ഇനി നമുക്ക്
ഇന്നത്തെ പോർഷൻ്റെ ലാസ്റ്റ് പാർട്ടിലോട്ടേക്ക് പോകാം. അതാണ് നമ്മുടെ സിന്തറ്ററ്റിക് പ്ലാന്റ് ഹോർമോൺസ്. ഇത്രയും നേരം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് നമ്മുടെ ചെടികളിലൊക്കെ നാച്ചുറൽ ആയിട്ട് കാണപ്പെടുന്ന ഹോർമോൺസിനെ പറ്റിയിട്ടാണ്. പക്ഷേ ചില ഹോർമോൺസ്, അതായത് നമുക്ക് ഈ നാച്ചുറൽ ഹോർമോൺസിൻ്റെ കെമിക്കൽ സ്ട്രക്ചർ കണ്ടുപിടിക്കാൻ പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ചെടികളിൽ കാണുന്ന നാച്ചുറൽ ഹോർമോൺസിനെ നമുക്ക് സിന്തറ്ററ്റിക് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതാണ് പറയുന്നത് understood about natural plant hormones. Natural plant hormones are also artificially synthesized after a detailed study of their chemical structure and are being widely used in field of agriculture. അതിൽ നമുക്ക് ആദ്യം പഠിക്കാനുള്ളതാണ് സിന്തറ്ററ്റിക് ഓക്സിൻസ്. അത് എന്തെന്നാ, ഇത് നമ്മുടെ സ്റ്റെമ്മാണെന്ന് വിചാരിക്കുക. ഈ സ്റ്റെമ്മിൽ വേഗം തന്നെ റൂട്ട് ഉണ്ടാവാൻ നമ്മുടെ എന്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? സിന്തറ്ററ്റിക് ഓക്സിൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ വീഡിസൈഡ്, അതായത് 2,4-D എന്ന് പറയുന്ന ഒരു വീഡിസൈഡ് ഉണ്ട്. വീഡിസൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? വീട് എന്ന് പറഞ്ഞാൽ കള, സൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കളകളെ കൊല്ലുന്ന. അപ്പോൾ കളകളെ കൊല്ലുന്ന ഒരു വീഡിസൈഡായിട്ട് നമ്മൾ സിന്തറ്ററ്റിക് ഓക്സിൻ യൂസ് ചെയ്യുന്നുണ്ട്. എന്തിനൊക്കെ യൂസ് ചെയ്യുന്നത്? സ്റ്റെം കട്ടിങ്ങിൽ, റൂട്ട് ഫോർമേഷനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ വീഡിസൈഡായിട്ടും യൂസ് ചെയ്യുന്നുണ്ട്. അടുത്താണ് സിന്തറ്ററ്റിക് ജിബർലിൻ എന്ന് പറയുന്നത്. ഇത് ഓർത്ത് വെക്കാനായിട്ട് ഇങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. ഞാനിങ്ങനെയാണ് ഓർത്ത് വെക്കാറ്. ജിബർലിൻ എന്ന് പറയുമ്പോൾ ജീപ്പ്. അപ്പോൾ ജീപ്പ് ഭയങ്കര വലിയൊരു എന്താ പറയുക, ഒരു വണ്ടിയല്ലേ. അപ്പോൾ നമ്മുടെ ഫ്രൂട്ടിലും അതേപോലെ തന്നെ ഗ്രേപ്പ് വൈനിലൊക്കെ അവരുടെയൊക്കെ വണ്ണം കൂട്ടാനായിട്ട്, ഇപ്പോൾ വലിയ ഫ്രൂട്ട് ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് സിന്തറ്ററ്റിക് ജിബർലിൻ. അതേപോലെ തന്നെ ഷുഗർ കെയിൻ നമുക്കറിയാം. നമ്മുടെ ഷുഗർ കെയിനിൽ സ്റ്റെമ്മിലാണ് നമ്മുടെ കഴിക്കേണ്ട ഭാഗം. അപ്പോൾ അതിൻ്റെ വണ്ണം കൂടിയാലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമുക്ക് കഴിക്കാനായിട്ട് നമുക്ക് ബെനിഫിറ്റ് ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒക്കെ വണ്ണം കൂടാനും ഇലോങ്ങേഷനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് സിന്തറ്ററ്റിക് ജിബർലിനാണ്. പിന്നെ അടുത്താണ് സിന്തറ്ററ്റിക് എത്തിലിൻ. അത് നമ്മൾ ഫ്രൂട്ട് പഴുക്കാനായിട്ടില്ലേ, പഴങ്ങൾ പഴുക്കാനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? എത്തിലീനാണ്. അതേപോലെ തന്നെ ഒരേ സമയത്ത് പഴങ്ങൾ പൂക്കാൻ, അതായത് ഇപ്പോൾ പൈനാപ്പിളിലൊക്കെ ഈ സിന്തറ്ററ്റിക് ആയിട്ടുള്ള എത്തിലീൻ കുത്തി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരേ സമയത്ത് തന്നെ പൈനാപ്പിൾ പൂക്കുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് ഒരേ സമയത്ത് വിളവെടുക്കാൻ, ഹാർവെസ്റ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ വിളവെടുക്കാനായിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം? സിന്തറ്ററ്റിക് എത്തിലീൻസ് യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമ്മുടെ പഴവും അതേപോലെ തന്നെ ടൊമാറ്റോ ഒക്കെ ഒരേപോലെ, അതായത് പഴവും ടൊമാറ്റോ ഒക്കെ പഴുക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? എത്തിലീൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് സിന്തറ്ററ്റിക് പ്ലാന്റ് ഹോർമോൺസും അതിൻ്റെ യൂസസും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് ഇനി പാർട്ടിൽ ഡിസ്കസ് ചെയ്യാനായിട്ട്. അടുത്ത പാർട്ടിൽ നമുക്ക് അടുത്ത ഭാഗങ്ങൾ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ചാനൽ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താൻ. താങ്ക് യു.